ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഞാനിന്ന് നൽകാൻ പോകുന്നത്. ടോപ്പ് 10 കറണ്ട് അഫയേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 7/4/2025 ടോപ്പ് 10 ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സാഗർ സമ്മാൻ വരുണ പുരസ്കാരം ലഭിച്ചത്. സാഗർ സമ്മാൻ വരുണ പുരസ്കാരം ലഭിച്ചത് രാജേഷ് ഉണ്ണി. ദേശീയ മാരിടൈം ദിനാഘോഷത്തിനോടനുബന്ധിച്ച് കേന്ദ്ര തുറമുഖം മന്ത്രാലയം ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് സാഗർ സമ്മാൻ വരുണ പുരസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള സിംഗപ്പൂർ ആസ്ഥാനമാക്കിയുള്ള സിനർജി. ചോദ്യം ഒരിക്കൽ കൂടെ പറയാം. സാഗർ സമ്മാൻ വരുണ പുരസ്കാരം ലഭിച്ചത് രാജേഷ് ഉണ്ണി. രണ്ടാമത്തെ ചോദ്യം, ശ്രീലങ്കയുടെ മിത്രവിഭൂഷണ ബഹുമതി ലഭിച്ചത്. ശ്രീലങ്കയുടെ മിത്രവിഭൂഷണ ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദി. മൂന്നാമത്തെ ചോദ്യം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. സാറാ ജോസഫിൻ്റെ കുറച്ച് കൃതികൾ പരിചയപ്പെടാം. അലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒതപ്പ്, ഊരുകാവൽ, ആളോഹരി ആനന്ദം, ആദി, ബുധിനി, കറ ഇവയൊക്കെ നോവൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. പാവത്തറ, നിലാവ് അറിയുന്നു, ഒടുവിലത്തെ സൂര്യകാന്തി ഇവയെല്ലാം കഥാസമാഹാരമാണ്. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. നാലാമത്തെ ചോദ്യം, ISSF വേൾഡ് കപ്പ് ഷൂട്ടിംഗ് വിഭാഗത്തിലെ ആദ്യത്തെ സ്വർണം നേടിയത്. ISSF വേൾഡ് കപ്പ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണം നേടിയത് സ്വിഫ്റ്റ് കൗറാണ്. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിങ് വിഭാഗത്തിലാണ് സ്വിഫ്റ്റ് കൗർ സ്വർണം നേടിയത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വഖഫ് നിയമത്തിൻ്റെ പുതിയ പേര്. വഖഫ് നിയമത്തിൻ്റെ പുതിയ പേരാണ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 1995. ഒരിക്കൽ കൂടി പറയാം. വഖഫ് നിയമത്തിൻ്റെ പുതിയ പേരാണ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 1995. ഓക്കെ. ആറാമത്തെ ചോദ്യം, ഏപ്രിൽ 7 പ്രത്യേകതയാണ് ലോക ആരോഗ്യ ദിനം. ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ലോകാരോഗ്യ ദിനത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. അടുത്ത് ഏഴാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപം കണ്ടെത്തിയത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കാറടുക്കയിലാണ്. ജിയോളജിക്കൽ സർവേയാണ് ഇത് സ്ഥിരീകരിച്ചത്. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപം കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിലെ കാറടുക്കയിലാണ്. അടുത്ത എട്ടാമത്തെ ചോദ്യം, ജന്തുജന്യ രോഗങ്ങൾ കണ്ടെത്തുന്നതിനായി ICMRൻ്റെ ഭാഗമാകുന്ന പക്ഷി സങ്കേതങ്ങൾ. ജന്തുജന്യ രോഗങ്ങൾ കണ്ടെത്തുന്നതിനായി ICMRൻ്റെ ഭാഗമാകുന്ന പക്ഷി സങ്കേതമാണ് പോയിൻ്റ് കാലിമറും തിരുവാരൂരിലെ വടുവൂർ പക്ഷി സങ്കേതവും. ഇത് രണ്ടും തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ICMRൻ്റെ ഭാഗമാകുന്ന പക്ഷി സങ്കേതങ്ങൾ ജന്തുജന്യ രോഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പോയിൻ്റ് കാലിമറും തിരുവാരൂരിലെ വടുവൂർ പക്ഷി സങ്കേതവും രണ്ടും തമിഴ്നാട്ടിലാണ്. അടുത്ത് ഒൻപതാമത്തെ ചോദ്യം, 95 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചിറങ്ങിയ ISROയുടെ ശാസ്ത്രീയ പഠന ഉപഗ്രഹം ഏതാണ്? 95 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചിറങ്ങിയ ISROയുടെ ശാസ്ത്രീയ പഠന ഉപഗ്രഹം ഏതാണ്? പോയം 4 പോയം 4 ആണ് ISROയുടെ ശാസ്ത്രീയ പഠന ഉപഗ്രഹം. ഇപ്പോൾ 95 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചിറങ്ങിയത്. ഓക്കെ.
പയർ വിത്ത് മുളപ്പിക്കൽ, യന്ത്രക്കൈകൾ പരീക്ഷണം എന്നിവയൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. അടുത്ത 10ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ന്യൂ പാമ്പൻ പാലമാണ്. ന്യൂ പാമ്പൻ ബ്രിഡ്ജ്, രാമേശ്വരത്തുള്ള ന്യൂ പാമ്പൻ ബ്രിഡ്ജാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് 2025 ഏപ്രിൽ 6. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 10 കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും ഒരു നോട്ട് ബുക്കിൽ അന്നത്തുള്ളത് നമ്മൾ എഴുതി വച്ചിട്ട് അത് എളുപ്പം 10 എണ്ണം ആകുമ്പോൾ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് പഠിക്കണം. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.